ഹായ് ഹലോ എവരിവൺ, ഏവർക്കും ദബാരിക്കുരുവി ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് മുള്ളി വഴി കിണ്ണക്കോരയിലേക്കാണ്. കിണ്ണക്കോര എന്ന് പറയും, കിണ്ണക്കര എന്നും പറയും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഗദ്ദ ഡാം, ഫസ്റ്റത്തെ സൈറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗദ്ദ ഡാമാണ്. ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഏകദേശം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നെക്സ്റ്റ് സ്റ്റാർട്ടായി ചെറിയൊരു വെള്ളച്ചാട്ടം, അതായത് റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. ആദ്യമൊക്കെ ഞങ്ങൾ വിടുമായിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പോകുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇറക്കി വിടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 9ാം മൈൽ, അതായത് മഞ്ചൂരിൻ്റെ ഏറ്റവും ടോപ്പ് എത്തുന്ന സ്ഥലത്ത് 9ാം മൈലിലെ അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണത്. നിങ്ങൾ ഈ വഴി കൂടി പോവുകയാണെങ്കിൽ 9ാം മൈൽ ഇതൊന്ന് ഇറങ്ങി ഈ വ്യൂ പോയിൻ്റ് ഒന്ന് തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അങ്ങനെ രാവിലെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വിശപ്പിൻ്റെ വിളി വന്നപ്പോഴേക്കും ഞങ്ങൾ ഓടിച്ചെന്ന് ATM കയറി ഒരു 1000 രൂപയെടുത്ത് ഒരു നല്ല നെയ്റോസ്റ്റ്, തമിഴ്നാടിൻ്റെ ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണമാണ് നെയ്റോസ്റ്റ്, അതങ്ങ് കഴിച്ച് ഒരു 2000 രൂപയ്ക്ക് ഡീസലും അടിച്ച് ഇങ്ങനെ പോയപ്പോഴതാ കിടക്കും ഫസ്റ്റത്തെ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്ത് നേരെ വിട്ടത് കിണ്ണക്കോരയുടെ ടോപ്പിലേക്ക്. കിണ്ണക്കോര ഇനി എത്തിയിട്ടില്ല, ഇത് പോകുന്ന വഴിക്ക് ചില ഷോട്ടുകളാണ്. അതിമനോഹരമാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോയത് ഒരു കിണ്ണക്കോരയിലെ ഒരു ചെറിയൊരു സൂസൈഡ് പോയിൻ്റാണ്. പക്ഷേ ഇതാണ് സൂസൈഡ് പോയിൻ്റ്. ഇതങ്ങനെ ആരെയും കടത്തിവിടാത്തൊരു സ്ഥലമാണ്. ഫോറസ്റ്റുകാർ കണ്ടാൽ എന്തായാലും പഞ്ഞിക്കിടും. അത് കാരണം അവർ കാണാതെ ഞങ്ങൾ പോയിട്ടൊന്ന് ഷോർട്ടായിട്ടൊന്ന് എടുത്തിട്ട് വന്നതാണ്. പക്ഷേ അങ്ങോട്ടേക്കൊന്നും ആരെയും കടത്തി വിടുന്നില്ല. വളരെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അട്ടപ്പാടി ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും, ഏകദേശം അട്ടപ്പാടി കവർ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും ഈ വ്യൂവിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് എന്തിനു വന്നോ ആ ഒരു ഉന്നതിയിലേക്ക് ഞങ്ങൾ, ഉന്നതി എന്ന് പറയുന്നത് ഊരെന്നാണ് കേട്ടോ, ഊരിനാണ് ഉന്നതി എന്ന് പറയുന്നത്, ആ ഊരിലേക്ക് എത്തിപ്പെടുകയും ബാക്കി ഒഫീഷ്യലായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം ഒരു 5 മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ച് പുറപ്പെടുന്ന സമയത്ത് ഒരു പരുന്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടം. അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ, ചുമ്മാ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.